നമസ്കാരം. പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയവരുടെ 26 വിലപ്പെട്ട ജീവനുകളാണ് ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി കവർന്നെടുത്തത്. അതിന് ചുട്ട തിരിച്ചടി നൽകണമെന്ന മുറവിളികൾ കേൾക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമായിരുന്നില്ല. ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പിന്തുണ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം 5 തീരുമാനങ്ങൾ എടുത്തത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഏറ്റവും ഉന്നതതല സമിതിയാണ്. യോഗത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് പാക് പിന്തുണ ബോധ്യപ്പെട്ടുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയകരമായി നടത്തുകയും ജനത സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനിടയിലാണ് ആക്രമണമെന്ന് സമിതി വിലയിരുത്തി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ലോകമെമ്പാടു നിന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് കിട്ടുന്ന മികച്ച പിന്തുണയും യോഗത്തിൽ ചർച്ചയായി. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കില്ല. മുമ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള SVS വിസകൾ റദ്ദാക്കി. നിലവിൽ SVS വിസ പ്രകാരം ഇന്ത്യയിൽ തങ്ങുന്ന ഏതു പാകിസ്ഥാൻ പൗരനും 48 മണിക്കൂറിനകം രാജ്യം വിടണം. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം ചില വിഭാഗത്തിൽപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേക യാത്രാരേഖ നൽകാറുണ്ട്. ഈ പ്രത്യേക രേഖ ഉള്ളവർക്ക് വിസയും മറ്റു യാത്രാരേഖകളും ആവശ്യമില്ല. നിലവിൽ പട്ടികയിൽ 24 വിഭാഗം ആളുകളുണ്ട്. വിശിഷ്ട വ്യക്തികൾ, ഹൈക്കോടതി ജഡ്ജിമാർ, പാർലമെന്റ് അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, സ്പോർട്സ് താരങ്ങൾ എന്നിവർ പട്ടികയിലുണ്ട്. വാഗ അഡാരി ചെക്ക് പോസ്റ്റ് ഉടൻ അടച്ചിടും. പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ചെക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി മുതൽ അടച്ചിട്ടു. പാകിസ്ഥാനിലേക്ക് മതിയായ അനുമതിയോടെ പോയവർക്ക് ആ വഴി മെയ് 1 മുമ്പ് മടങ്ങാം. ഒപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കരാർ മരവിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ, സൈനിക, നാവിക, വ്യോമ ഉപദേഷ്ടാക്കളെ പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് അത്തരം ഉപദേഷ്ടാക്കളെ ഇന്ത്യയും പിൻവലിക്കും. ഇത്തരം ഉപദേഷ്ടാക്കളുടെ 5 സ്റ്റാഫുകളെയും ഇരു ഹൈക്കമ്മീഷനുകളിൽ നിന്ന് പിൻവലിക്കും. ഹൈക്കമ്മീഷനുകളിലെ മൊത്തം സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 55-ൽ നിന്ന് 30 മെയ് 1 കുറയ്ക്കും. മൊത്തത്തിലുള്ള സുരക്ഷാ സ്ഥിതിയും യോഗം വിലയിരുത്തി. അതീവ ജാഗ്രത പുലർത്താൻ സേനകൾക്ക് നിർദ്ദേശം നൽകും. ആക്രമണം അഴിച്ചുവിട്ട ഭീകരരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാനും അവരുടെ സ്പോൺസർമാരെ നിലയ്ക്കു നിർത്താനും നടപടിയുണ്ടാകും. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ തേടിപ്പിടിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു.